രണ്ടുപേരെ സ്കൂളിലും ഒരാളെ ഡ്യൂട്ടിക്കും പറഞ്ഞു വിട്ടിട്ട് നേരെ റൂമിലോട്ട് അങ്ങ് കയറി കേട്ടോ. 3 പേര് റൂം മൊത്തം നിരത്തി വാരിയിട്ടിട്ടാണ് പോയേക്കുന്നത് രാവിലത്തെ ബഹളത്തിനിടയിൽ. ഇന്നാണെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടുമാണ് എഴുന്നേറ്റത്. രാവിലെ 5:30 അലാറം വെച്ചത് കുറച്ചുകൂടെ കിടക്കാമെന്നും പറഞ്ഞുകൊണ്ടെന്ന് അലാറം മാറ്റി 6:30 ആയി എഴുന്നേറ്റപ്പോൾ കേട്ടോ. ഭാഗ്യത്തിന് എന്തായാലും 8 മണിയാകുമ്പോൾ എല്ലാവർക്കും പോയാൽ മതിയായിരുന്നു. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി കൈയോടെ തന്നെ ബെഡ്ഷീറ്റും തുണികളും ഒക്കെ കഴുകാനായിട്ട് അങ്ങ് കൊണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത റൂമിലോട്ട് വന്ന് അതും അവിടെ അതുപോലെ തന്നെ നിരത്തി വരിട്ടേക്കുമായിരുന്നു കേട്ടോ. ഈ കമ്പിളിയൊന്നും എനിക്ക് എടുത്ത് പൊക്കാൻ പോലും വയ്യ. ഇതൊക്കെ കഴുകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. തണുപ്പ് തുടങ്ങിയപ്പോൾ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇതൊന്നും 2 പേരില്ലാതെ കഴിയാനൊക്കത്തില്ല കേട്ടോ. എല്ലാവരും കൂടെ നിൽക്കുന്ന ദിവസമായിട്ടെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടുന്ന ദോശയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ ഞാൻ ചൂടോടെ അങ്ങ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നെയ് റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് 2 ദോശയൊക്കെ ചുട്ടു കേട്ടോ. നെയ്യ് ചേർക്കുന്ന ആയതുകൊണ്ട് ഞാൻ 2 എണ്ണ എടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് മൊത്തം വെള്ളം കൂടി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് 2 ദോശ എടുത്ത് ചട്നിയൊക്കെ എടുത്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചൂടോടെ കഴിക്കാനായിട്ട്. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ നെല്ലിക്ക അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തണുക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാണ്. പിന്നായിട്ട് കോരിയിടാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ നടന്നില്ല. അത് ഇന്ന് രാവിലെ അങ്ങ് 2 ടിന്നിനകത്താക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് 2 ടിന്നും ആക്കി വെച്ച് അങ്ങനെ തുണി കഴിയതൊക്കെ അങ്ങ് താഴോട്ട് കൊണ്ടിട്ട് ബാൽക്കണി വെയിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ താഴെയാണ് ഇടുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് കയറി വന്നിട്ട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത്. 3 പേരെ പറഞ്ഞിട്ട് അടുക്കളയാണ് കേട്ടോ. എന്തുമാത്രം നിരന്നിടകം നോക്കി അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി വെച്ച് കിച്ചൺ സ്ലാബും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരുമാതിരി പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വിശേഷമായിട്ട് ബൈ.